ഞങ്ങളെല്ലാരും കൂടി ഇന്ന് ഇഷ്ടപ്പെട്ടാ ഇളകി അപ്പൊ ഇഷ്ടപ്പെട്ട്. എനിക്ക് തോന്നുന്നു ബർക്കിൻ സ്റ്റോക്കിൽ നിനക്ക് കിഡ്സ് സെക്ഷനിൽ നിന്ന് വേണ്ടി വരും തോന്നണം. സത്യം മനസ്സിലായില്ലേ? ചേട്ടനെ ഇന്ന് മാറ്റും ഞങ്ങൾ. പഴയ വസന്തത്തിന് എന്റെ ചേട്ടനൊരു വസന്തം നീ പറയണേല്ലേ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇല്ലേ, നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിനും കുറച്ച് ഔട്ടിങ്ങിനും ഒക്കെ വേണ്ടി പോകുക കേട്ടോ. ചുമ്മാ ഇന്ന് എല്ലാവരെയും കൂടി കിട്ടിയപ്പോഴത്തേക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അനന്ത് മാത്രമില്ല, ഞാൻ മിസ് ചെയ്യും. അനന്ത് കണ്ണൂർ തെയ്യം കാണാൻ വേണ്ടി പോയേക്കുവാണ്. അതുകൊണ്ട് തന്നെ അനന്തും ഇല്ല, ബാക്കി നമ്മൾ അമ്മും ചേട്ടനും അഭിയും എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പുറത്തേക്ക് പോവാണ്. ചുമ്മാ ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. കുറച്ച് ഷോപ്പിംഗ്, കുറച്ച് ചില്ലിങ്, കുറച്ച് ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു ദിവസമാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലും ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നായിട്ട് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ടാനിൽ നിന്നും പൊല്യൂഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് സൺസ്ക്രീൻ ആണ്. ഇതാണ് അക്വലോജിക്ക ഇലുമിനേറ്റ് പ്ലസ് APF സൺസ്ക്രീൻ. അക്വലോജിക്ക അവരുടെ പുതിയൊരു ടെക്നോളജി സൺസ്ക്രീനിൽ കൊണ്ടുവന്നതാണ് കേട്ടോ, APF, ആന്റി പൊല്യൂഷൻ ഫാക്ടർ എന്നുള്ളത്. ഈ ഒരു APF എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസിൽ നിന്ന് 80% പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഇവരുടെ ഈ ഒരു ഇലുമിനേറ്റ് പ്ലസ് ഡ്യൂ സൺസ്ക്രീൻ ഇല്ലേ, APF ഉണ്ട്, അതുപോലെ തന്നെ SPF 50 ഉണ്ട്, PA++++ ആണ് കേട്ടോ. ഈ സൺസ്ക്രീനിലെല്ലാം തന്നെ ഇല്ലേ ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ആണ്, അതുപോലെ തന്നെ സ്കിന്നിലേക്ക് ക്വിക്ക്ലി തന്നെ അബ്സോർബ് ചെയ്യും. വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഇതിൽ ആൽഫ ആർബുട്ടിൻ സ്കിന്നിനെ ഈവൻ ടോൺ ആക്കും, അതുപോലെ തന്നെ വൈൽഡ് ബെറീസ് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും. SPPF സൺ പൊല്യൂഷൻ പ്രൊട്ടക്ഷനോട് കൂടി വന്ന ഫസ്റ്റ് എവർ സൺസ്ക്രീൻ ആണിത്. ടാനിന്നും പൊല്യൂഷനിൽ നിന്നും അൾട്ടിമേറ്റ് ഷെയ്ഡ് തരുന്ന ഇന്ത്യയിലെ തന്നെ ഓൺലി സൺസ്ക്രീൻ ആണ് ഈ ഒരു അക്വലോജിക്കയുടെ ഇലുമിനേറ്റ് പ്ലസ് ഡ്യൂ സൺസ്ക്രീൻ. എന്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ശരണ്യ 2025 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്വലോജിക്കയുടെ വെബ്സൈറ്റിൽ 20% ഓഫർ കിട്ടുന്നതാണ്. ഈ ഒരു സൺസ്ക്രീൻ വിവോ ടെസ്റ്റഡ് ആണ്, നൈക്കയിൽ അവൈലബിൾ ആണ്. ഞാൻ വേഗം റെഡിയായി പുറത്തേക്ക് പോട്ടെ കേട്ടോ. അബി, ഹലോ കണ്ണൻ ചേട്ടാ. ഞങ്ങളെല്ലാരും കൂടി ഇന്ന് ഫോറം മോളിൽ പോവുക കേട്ടോ. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് ഇന്നലെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റണം, എല്ലാം പറയാട്ടോ ഡീറ്റെയിൽ ആയിട്ട്. ഞങ്ങളെല്ലാരും കൂടിയില്ലേ ഫോറം മോളിലാട്ടോ വന്നേക്കുന്നത്. നേരത്തെ എപ്പോഴും ഞങ്ങളില്ലേ ലുലുവിലേക്കായിരുന്നു അല്ലേ. ഇപ്പൊ ഫോറം വന്നേപ്പിന്നെ ഇപ്പൊ ലുലു ഒന്നും വേണ്ട, നേരം ഇങ്ങോട്ട് കേട്ടോ. ഇവിടുത്തെ ഈ കറങ്ങണ സംഭവം വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം അടിപൊളിയാണ്, സത്യം പറയാലോ. പക്ഷേ ഇല്ലേ പോയിട്ട് ഇനി കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയ ഒരുത്തിക്ക് ഇന്നലെ ഞങ്ങള് ആനിവേഴ്സറിക്ക്, ഞങ്ങളല്ല ചേട്ടന് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തതാട്ടോ. അത് ഞങ്ങളെ വന്ന് മേടിച്ചത്, അതുകൊണ്ടിട്ടില്ലേ ഇതുണ്ടായിരുന്നില്ല, സൈസ് കറക്റ്റ് അല്ലായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പോയി മാറ്റണം അല്ലേ. കിഡ് സെക്ഷൻ, അതെ കിഡ് സെക്ഷനിൽ നിന്ന് പോയി നോക്കണം. അപ്പൊ ചെല്ലരേട്ടാ അങ്ങോട്ട്. ഇന്നലെ ഈ ഫുഡ് വെയർ ആട്ടോ നമ്മൾ അമ്മൂന് ഗിഫ്റ്റ് ചെയ്ത്. പക്ഷേ ഇല്ലേ എൻ്റെ സൈസിന്റെ ഒരു സൈസ് ചെറുതാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷെ ഇതും അമ്മൂന് വലുതാട്ടോ. അപ്പൊ നമ്മളിത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുക. നല്ല ഷെയ്ഡ് കേട്ടോ. എൻ്റെ ഇതിന്റെ ഗോൾഡ് ആണുള്ളത്, പക്ഷെ നല്ല ഷെയ്ഡല്ലേ സിൽവർ. എനിക്ക് തോന്നുന്നു ബർക്കിൻ സ്റ്റോക്കിൽ നിനക്ക് കിഡ്സ് സെക്ഷനിൽ നിന്ന് വേണ്ടി വരും തോന്നണം. എടാ ബീവക്ക് ഡ്രസ്സൊക്കെ കിഡ്സ് സെക്ഷനിൽ നിന്നാണ് എടുക്കണേ. ഈ സൈസ് ഇറക്കിയിട്ടില്ല സത്യം. നമ്മൾ ആൽഡോയിൽ വന്നതാട്ടോ. നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്. 40 to 60% ഓഫർ ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വൈറ്റ് സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് ബാഗ് എന്തെങ്കിലും വേണമെന്നുള്ളത്. ബാക്കി ടാൻ ഷെയ്ഡും ഗ്രീനും അങ്ങനെ കുറെ കളേഴ്സ് ഉണ്ട്. വൈറ്റ് എൻ്റെ ഇല്ല കേട്ടോ. ആകെ മൈക്കിൾ കോസിന്റെ ഒരു വൈറ്റും ഒരു ബ്രൗണും കൂടിയുള്ള കോമ്പിനേഷൻ ടോട്ട് ബാഗ് ഉള്ളത്. അപ്പൊ ടോട്ട് ബാഗ് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സ്ലിപ്പേഴ്സും നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. വൈറ്റ് ഒരു സ്ലിപ്പേഴ്സ് ഞാൻ എന്തായാലും എടുക്കും. മനസ്സിലായില്ലേ? ചേട്ടന് ഞങ്ങൾ കുറച്ച് ബാഗി ലൂസ് ഫിറ്റ് ജീൻസ് ഒക്കെ നോക്കാൻ വേണ്ടി പോവാട്ടോ. ചേട്ടൻ അങ്ങനത്തെ ജീൻസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം അല്ലേ. ചേട്ടൻ അങ്ങനെ ഇതുവരെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ച് ബാഗി ലൂസ് സാധനങ്ങളൊക്കെ ചേട്ടനെ കൊണ്ട് ഇടിപ്പിക്കാൻ വേണ്ടി പോവാണ്. നല്ലായിരിക്കും അമ്മു ചേട്ടന്? കുറെ നാളായല്ലേ പറയണം. ഞാൻ എപ്പോഴും പറയൂ കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ കൈയോടെ ചേട്ടനെ പിടിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഇടിപ്പിച്ച് നോക്കാം. ഇന്ന് ഫ്രീക്ക് ആക്കോ അമ്മു? ബാഗ് എനിക്കും അതെ കേട്ടോ സർപ്രൈസ് ആയിരിക്കും. കാരണം
ചേട്ടൻ എപ്പോഴും സ്ലിം ഫിറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫിറ്റ് ഒക്കെ ഇടണം. ചേട്ടൻ അതെ, ഞങ്ങളെല്ലാരും ഇവരൊക്കെ ബാഗി കേട്ടോ. ഞാനും ബാഗിയുടെ ആളാ. ചേട്ടനെ ഇന്ന് മാറ്റും ഞങ്ങൾ. പഴയ വസന്തത്തിൽ എന്റെ ചേട്ടനൊരു വസന്തം നീ പറയണേ അല്ലേ? സത്യം, നീ കേക്കണുണ്ടോ ഇതുവല്ലോ? സത്യം, അതെ നമുക്ക് പ്രതീക്ഷിക്കാനടാ. ഞാനല്ല സ്റ്റൈലിസ്റ്റ്, ഞാൻ ചേട്ടനെ പിടിയാലെ പിടിച്ചോണ്ടെന്നാണ്. ചാക്ക് ഡ്രസ് കൊള്ളാം. ലിപ്സ്റ്റിക് എടുക്കാൻ വേണ്ടി നൈക്കയിൽ കയറിയതാട്ടോ. നോക്കി, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാട്ടോ. ഇത് ഏത് ഷെയ്ഡാടാ? ഫ്രണ്ട്ഷിപ്പ്. നമ്മളുടെ കെ ബ്യൂട്ടിയിലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഷെയ്ഡാട്ടോ. കിഡിലെ ഷെയ്ഡ് ഞാൻ ഇത് എന്തായാലും എടുത്തേ. പിന്നെ ഇപ്പൊ തന്നെ നൈക്കയുടെ തന്നെ ഇല്ലേ ജാഗർ ബോംബ് എന്ന് പറയുന്ന ഷെയ്ഡ് ട്രൈ ചെയ്യാൻ പോവാം. ലിപ്സ്റ്റിക് മേടിച്ചു കേട്ടോ. നല്ലൊരു ഷെയ്ഡ്, കെ ബ്യൂട്ടിയുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഷെയ്ഡ് കേട്ടോ. ഈ ഷെയ്ഡ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. പിന്നെ അത് ഇനിയിപ്പോ അമ്മൂന് ടോപ്പ് എടുക്കണോ അല്ലെ? അതെ, ഞങ്ങള് 6:30 വന്നപ്പോ 7:00 പോണെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോ 9 മണിയായി ഇവിടെ നിക്കണു. ഏകദേശം പക്ഷെ പല കാര്യങ്ങളും നടന്നു. ചേട്ടന്റെ ഡ്രസ് എടുത്ത് ചായ വേണം, ചായ മേടിച്ചേരാ കേട്ടോ. പിന്നെ ഒരാവശ്യം ഡാൽഡോക്ക് എറിഞ്ഞ ഒരു ചെരുപ്പെടുത്ത് എന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് വൈറ്റ് ഫ്ലാറ്റ്സ് വേണമായിരുന്നു കേട്ടോ. അത് എടുത്തു ഞാൻ വരണം. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ മേടിച്ചു. പിന്നെ അമ്മൂന് ടോപ്പ് പിടിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഞാൻ അതും മേടിക്കും. വേണ്ട, പക്ഷെ കൺട്രോൾ ചെയ്ത് പിടിക്കാം. ഞങ്ങള് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പൊ ഞങ്ങളില്ലേ പ്ലേ ഓണിലേക്ക് കയറാൻ വേണ്ടി പോകുക കേട്ടോ. അതെ, ഞങ്ങള് 3D വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ എപ്പോ വന്നാലും മാക്സിമം ഞങ്ങളിൽ കയറാൻ നോക്കും കേട്ടോ. ഇന്നാണെങ്കിൽ ഈ കഴിഞ്ഞ സെഞ്ചുവിനെ കൊണ്ടുവന്ന പോയിന്റ്സ് ബാക്കി കിടപ്പുണ്ട്. അപ്പൊ അതും കൂടി വെച്ചിട്ട് ഞങ്ങൾ ഇപ്പഴേ ഈ 3 ഇങ്ങനെ എന്തായിട്ട് വെക്കണ VR ഗ്ലാസ്സാ. VR ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു സംഭവത്തിൽ കയറാൻ വേണ്ടി പോവാ അല്ലെ? സെറ്റ്. അപ്പൊ ഞാൻ നോക്കട്ടെ. കേറിയിട്ടുണ്ട്. ഇനി ഇവിടെ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ചേട്ടന് വേണ്ടിയിട്ട്. ശരി, ഇവിടെ ചേട്ടന്റെ ഡേ ഔട്ട് അല്ലേടി ഇന്ന്? ചേട്ടന്റെ കാരണം ചേട്ടന് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനിയിപ്പോ ചേട്ടനെ കൊണ്ട് ഞങ്ങൾ ഇവിടെ ഫൺ സിറ്റി കയറാൻ വേണ്ടി പോവാട്ടോ. ചേട്ടൻ അത്ര ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. കേട്ടോ. 360 വ്യൂ VR. നല്ല രസമുണ്ടായിരുന്നു. ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പോ വേറൊരു ഗെയിം ആയിരുന്നു അതിന്റെ ഉള്ളിൽ പ്ലേ ചെയ്തേച്ച്. വേറൊരു സീനറി ആയിരുന്നു പ്ലേ ചെയ്തത്. ഇന്നിപ്പോ വേറെ ആയിരുന്നു. കൊള്ളായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. 6 മിനിറ്റ് ഉണ്ട്. അമ്മുന്റെ ആഗ്രഹപ്രകാരം കേട്ടോ ഈ സ്വിങ്ങിൽ കയറുന്ന പുതിയ റൈഡാല്ലേ? പുതിയ റൈഡാല്ലേ ഇത്? ആണോ? 1 മന്ത് ആണോ? പക്ഷെ ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പുതിയ റൈഡാന്ന് വിചാരിച്ചോണ്ടിരിക്കുക. അത് പുതിയ റൈഡ് അല്ലാന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഇങ്ങോട്ട് നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ കൊള്ളാട്ടോ. സ്വിങ് ആണ്. ഇങ്ങനെ ഉണ്ടാവുണ്ടോ കണ്ടിട്ട് സിംഗിളായിട്ട് ഫീൽ ചെയ്തിട്ടോ. സീനാകോ? എനിക്കാണെങ്കിൽ VR കയറിയിട്ടില്ല. ഇങ്ങനെ തലയിറങ്ങി വരുന്നു കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും. അമ്മൂനെ പോലെ തന്നെ ഉണ്ട്. എല്ലാരും വരുമ്പോ ചോട്ടാ ഭീമയില ചോട്ടാ ഭീമിന്റെ ആക്കി വട്ടോ.
അമ്മൂന് അന്യായ ഭാഗ്യമല്ലേ ചേട്ടാ, ഫോട്ടോ എടുക്കാൻ പറയും. സത്യം നോക്കി. രാജുവിനെ കിട്ടിയോടെ പ്ലേ ചെയ്തിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. കൊറേ നാളായിട്ട് അതിനായിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് പോയാൽ അതില്ലാതെ സത്യം, ഇപ്പോഴാണല്ലോ ഒരു ലക്ക് ഇതായത്. എടാ അഭി എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ ഇതാണല്ലേ. അമ്മൂനെ പോലത്തെ ഒരാളെ തന്നെ അമ്മൂന് അതെ, ചോട്ടാ ഭീമിലെ രാജു അടി. ചോട്ടാ ഭീമിലെ രാജുവിനായിട്ടാ കിട്ടിയത്. കൊള്ളാല്ലേ, ക്യൂട്ട്. നമ്മള് ചുറ്റിനെയാണ് നോക്കിയത്. അത് തന്നെ. കിട്ടിയതല്ല. 2 ദിവസത്തേക്ക് അതെ, ഇത് നാട്ടുകാരെ മുഴുവൻ കാണിച്ചത് നടക്കും. ഞങ്ങളില്ലേ റാമേൻ കഴിക്കാൻ വേണ്ടിയിട്ട് യൂമിയിൽ വന്നതാട്ടോ. ഫോറത്തില് ഇത് കണ്ടോ, കൊറേ ഉണ്ട്. റാമേണും ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ സുഷിയും ഓർഡർ ചെയ്തു കേട്ടോ. ഫുഡ് വരാൻ നേരത്തുള്ള ഞങ്ങളുടെ എന്റർടൈൻമെന്റ് ആട്ടോ. ഇത് ചേട്ടൻ വിൻ ചെയ്തു കേട്ടോ. ഇത് ചേട്ടൻ തീരുമാനമാക്കി തരാന്ന് പറഞ്ഞിട്ട് ഞാനിത് വിൻ ചെയ്തു, ഇത് ഞാൻ വിൻ ചെയ്തു. ബാക്കിയെല്ലാം ഞങ്ങളുടെ ടൈ ആയിട്ടോ. ഇതൊക്കെ ചേട്ടൻ ഇവിടെ ആ സമയം കൊണ്ട് ഡൂഡിൽ വരയ്ക്കണായിരുന്നു കേട്ടോ. കൊള്ളാട്ടെ കേട്ടോ, ചേട്ടന്റെ മുഖം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പൊ ഞങ്ങള് വാശിയേറിയ പോരാട്ടത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. സുഷി സുഷി നല്ല മോളെ, ഒത്തന്റിക് സുഷി. നീ അതില് പച്ചമീൻ വെച്ച് കഴിക്കണമായിരുന്നു. റോ കഴിക്കണം എന്നാണ്. ഇത് ചിക്കൻ കുക്ക് ചെയ്താട്ടോ. എന്നാലും സുഷി, എന്നാലും സുഷിയാണ്. നീ കുഴപ്പമില്ല അതുകൊണ്ട്. കട്സു. ഇത് ബേക്കൺ റാപ്ഡ് പ്രോൺസ് ആട്ടോ. എന്റെ ഫേവറേറ്റ് ഡിഷാണ് ഇവിടുത്തെ. ഭയങ്കര ടേസ്റ്റിയാ. ഞങ്ങളുടെ റാമേൺ വന്നു കേട്ടോ. ടെറിയാക്കി ചിക്കൻ റാമേൺ നമുക്ക് കഴിക്കി നോക്കിയ. ഫസ്റ്റ് ബൈറ്റ് എടുത്തേ. ഇഷ്ടപ്പെട്ടാ? ആ, ഇളകി ഇളകി. അപ്പൊ ഇഷ്ടപ്പെട്ട്. അബി കമോൺ, എന്താടാ ആദ്യമായിട്ട് ട്രൈ ചെയ്. സ്വീറ്റ് ഉണ്ടല്ലേ? ആ, കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? അത് നൂഡിലെടുത്ത് വെച്ച് നോക്കി. ആ, കമോൺ. ആ, പറ. നല്ലതാണോ? ഇഷ്ടപ്പെട്ട്. അവന് ഡൗട്ടായിരുന്നു കേട്ടോ അവന് ഇഷ്ടപ്പെടുവോന്നുള്ളത്. സെറ്റല്ലേ? ആ, നല്ലായിരുന്നു. ട്രൈ ചെയ്യടാ. ഞാൻ ഇവിടെ എന്റെ സിഗ്നേച്ചർ ഇത്ര ആക്കിയിട്ട് നൂഡിൽസ് ഇല്ല ഇതിന്റെ ഉള്ളില്. ഞങ്ങൾ എല്ലാരും ദേ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. എടാ എങ്ങനെയുണ്ടായി? പൊളിയല്ലേ? എങ്ങനെയുണ്ട്? സത്യം കഴിഞ്ഞിട്ട് ഒരു രസം കുടിച്ച ഫീലില്ലേ? അതാണ്. ഇല്ലടാ അല്ലേ? ആ, എങ്ങനെയുണ്ട്? അല്ലേ? സെയിം ഫീലിംഗ്. അതെ. ഇനി ഞങ്ങൾ ബേക്കൺ റാപ്ഡ് പ്രോൺസ് ഓർഡർ ഉണ്ട്. എല്ലാരും ഫിനിഷ് ചെയ്തു കേട്ടോ. അധികം കണ്ടോ? ആ ബ്രോത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ബാക്കി. ഇതൊക്കെ ഓക്കെ. ഞങ്ങൾ രണ്ടുപേരുടെ അടിപൊളി. ഇത്തിരി പോലും ഇല്ല. ആ, ഒന്നും ബാക്കി വെക്കാണ്ട് മുഴുവൻ കഴിച്ചല്ലേ. ജാപ്പനീസ് ഫുഡൊക്കെ അടിച്ചു കയറ്റി വയറൊക്കെ സത്യം കേട്ടോ. നടക്കാൻ പറ്റില്ല. അതില്ലേ വലിച്ചൊക്കെ നടക്കണം കാല്. അവന് നിരങ്ങണില്ല അങ്ങോട്ട് നടന്നിട്ട്. സത്യോടെ ഞാനും അപ്പുറത്തെ വീട്ടിൽ എങ്ങനെയുണ്ട്? സിഗ്നേച്ചർ ഉണ്ടോ? ആ, മിക്ക എല്ലായിടത്തും ക്ലോസ് ആയിട്ടോ. നമ്മള് 11 മണിയായി ഇപ്പൊ. 6:30 വന്നിട്ട് 7 മണി 7:30 പോണെന്ന് പറഞ്ഞിട്ട് 11 മണി വരെ മോളുടെ ഉള്ളില്. ഇവിടെ വന്ന സമയം പോണേ അറിയില്ല അല്ലേ? മോളില് വന്നിട്ടുണ്ട്. അത് ചെയ്ത് ഇത് ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒന്നും പറയണ്ട. അപ്പൊ താഴത്തേക്ക് പയ്യെ നടക്കണ കേട്ടോ. ഇങ്ങനെയില്ലേ, നടന്നിട്ട് എത്തണില്ലാത്ത പോലെ ഒരു അവസ്ഥ. അതെ. അപ്പൊ ഞങ്ങളില്ലേ താഴത്തേക്ക് പോട്ടെ, ഇവക്ക് സോറിയ വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ. ശരി, വയറ് പെരുത്ത. എന്നാലും കുറച്ച് ഐസ്ക്രീമിനുള്ള സ്ഥലം എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ? അതുകൊണ്ട് അമ്മൂനെ പിടിച്ച ഐസ്ക്രീമിന്റെ ഓഫറൊക്കെ എപ്പോഴും പിന്നെ നേരം ഐസ്ക്രീം തീറ്റ വന്നിട്ട് പറയണോക്കെ. ഇല്ല ഇല്ല, ചേട്ടൻ ചീത്ത അറിയോ അല്ലേ? നല്ല കാര്യം. എപ്പോഴും ഉണ്ടവേനെ പനിയാട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങള് സുർലി ഉണ്ടോ നോക്കട്ടെ. ഇല്ലെങ്കിൽ കാറും എടുത്ത് വീട്ടിൽ പോട്ടെ. മടുത്തേ. ഞങ്ങൾ അങ്ങനെ വീട്ടില് തിരിച്ചെത്തിട്ടോ. 6:30 പോയിട്ട് 7:30 വരാൻ ഞങ്ങള് വന്ന് കേറിയപ്പോ 11 മണി 11:30 ഏറ്റുണ്ട്. ഏകദേശം 12 ആയാ. 12 മണിയിട്ട് ഉറക്കം വരണ്ടേട്ടോ. ശരിക്കും പറ വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിട്ടേ
വല്ലാണ്ട് അവളല്ലേ ഞങ്ങൾ അമ്മൂര് പുതിയ പേരൊക്കെ ഇട്ടല്ലേ എന്താണ് രാജമ്മ രാജമ്മ അതെ രാജുന്റെ അമ്മ രാജമ്മ അങ്ങനെ ചേട്ടനൊരു മോനെ കിട്ടി രാജമോൻ ഒരിക്കൽ രാജമ്മനോട് ചോദിച്ചു അതാണ് രാജമോനിന് ഞങ്ങളുടെ അതെ, ഞാൻ രാജുവിന്റെ അമ്മായി രാജമ്മായി ഇത് പാവൻ ഒരിക്കൽ രാജ്യം ചോദിച്ചു അങ്കളുടെ ഈ അമ്മൂനെ കിട്ടിയ സാധനമില്ല പിക്കണ രാജു ആണല്ലോ ചോട്ടാ ഭീമില് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കളിയാക്കുന്നത് രാജമ്മ ചോദിച്ചേട്ടാ അങ്കളുടെ നിക്കറിട്ടുണ്ട് ആ രാജുന്റെ നിക്കർ ഉടനെയാണ് ഗൈസ് ഈ പിള്ളേരെല്ലാരും ചീത്ത പിള്ളേര്. അപ്പൊ ഇല്ലേ ഞങ്ങള് വൈബൊക്കെ അടിച്ചു പോയി കിടന്ന് ഉറങ്ങാട്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. വയറ് ഫില്ലായിട്ട് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ.